ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഇന്ന് ജ്യോതിഷപരമായിട്ടുള്ളൊരു വീഡിയോ അല്ല ചെയ്യുന്നത്. സാധാരണഗതിയിൽ എല്ലാ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നവരാണ്, അല്ലാത്തവരുമുണ്ട്. എങ്കിലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല. സാധാരണയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, എൻ്റെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റണേ ഭഗവാനെ, എനിക്ക് ആയുസ്സും സമ്പത്തും ഐശ്വര്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകണേ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണേ, നല്ല കല്യാണം ഉണ്ടാകണേ, അവർക്ക് നല്ലത് വരുത്തണേ എന്നൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് കൂടുതലും ക്ഷേത്രങ്ങളിൽ പോകുന്നത് തന്നെ, ആഗ്രഹങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെയല്ല. ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ ക്ഷതത്രായതേ ഇതി ക്ഷേത്ര എന്നാണല്ലോ ക്ഷേത്രം. അപ്പം ക്ഷതങ്ങളെ ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നും കൂടിയാണ് പറയുന്നത്. സാധാരണയായിട്ട് എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ ദേവതകൾ, അവരുടെ മന്ത്രങ്ങൾ, അവരുടെ ധ്യാനമന്ത്രങ്ങൾ, ആ ദേവന്മാരുടെ വന്ദന ശ്ലോകങ്ങൾ ഇതൊക്കെയുണ്ട്. ഒരുപാട് നമുക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് പഠിക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് ഒരു ഭഗവാനെ കണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ ഭഗവാനെ ധ്യാനിച്ച് വന്ദിക്കുക എന്നുള്ളതാണ്. വന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭഗവാന് അല്ലെങ്കിൽ ഒരു ഭഗവതിക്ക് ധ്യാന ശ്ലോകങ്ങളും വന്ദന ശ്ലോകങ്ങളുമൊക്കെ ഉണ്ട്. ഈ വന്ദന ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആ ദേവതയെ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നിത്യവും നമ്മുടെ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും നമ്മുടെ ഗ്രഹങ്ങളിലാണെങ്കിലും വിളക്ക് വെച്ച് ഇരുന്നു കൊണ്ടോ സദാസമയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ വന്ദനാ ശ്ലോകത്തോടു കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് ഭഗവാൻ അറിയാം, അല്ലെങ്കിൽ ഭഗവതിക്ക് അറിയാം. നമ്മൾ എന്തിനാണ് വീട്ടിൽ നിന്ന് രാവിലെ അമ്പലത്തിലേക്ക് വന്നതെന്ന് വന്ന് കയറുമ്പോഴേ ഭഗവാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ അവരോട് പ്രത്യേകിച്ച് ഇന്ന കാരണമുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ദനാ ശ്ലോകങ്ങൾ പഠിച്ചിരിക്കുക, ഭഗവാനെ വന്ദിക്കുന്ന. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഭഗവാന്റെ വന്ദന ശ്ലോകം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ വന്ദനാ ശ്ലോകം അതിൻ്റെ അർത്ഥത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫലം ഉണ്ടാകും. ഏത് ശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മന്ത്രങ്ങളും പൂജാമന്ത്രങ്ങളുമൊക്കെ അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തോടു കൂടി അത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസന്നത ഭഗവാനിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവതിയിൽ നിന്നോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും അത് അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുണ്ട് ഈ ശ്ലോകം, നമ്മളതിന് ശ്രദ്ധിക്കാറില്ല. അത് വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ആദ്യം എഴുതി കൊടുത്തിരിക്കുന്നൊരു മന്ത്രമാണ്, ഒരു വന്ദന ശ്ലോകമാണ്. ഇത് നിത്യവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ
ഇത് സാധാരണയായിട്ട് വിഘ്നം എന്നൊക്കെ കേൾക്കുമ്പോൾ ഗണപതിക്ക് എന്നുള്ള കണക്കിലൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു വിഷ്ണു ഭഗവാന്റെ വന്ദന ശ്ലോകമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക: ശുക്ലാം ഭരധരം വിഷ്ണും, ശുക്ലാം വെളുത്ത വസ്ത്രത്തോടു കൂടി, ധരം ശുക്ലാം ഭരധരം വെളുത്ത വസ്ത്രം ധരിച്ചവനും, വിഷ്ണു എന്ന് പറയുമ്പോൾ സർവ്വവ്യാപിയാണ്, എല്ലായിടങ്ങളിലും വ്യാപിക്കുന്നവൻ വിഷ്ണു. ശശിവർണം ചതുർഭുജം, ശശിവർണം, ശശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ശോഭയോടുകൂടിയുള്ള ശരീരം, വെളുത്ത ചന്ദ്രൻ്റെ നിറത്തോടു കൂടിയ, ചന്ദ്രവർണ്ണത്തോടു കൂടിയവനും, ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനും എന്നൊക്കെ പറയാം. ചതുർഭുജം, 4 കൈകളോട് കൂടിയവനും ആയിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ പ്രസന്നവദനം ധ്യായേ, പ്രസന്ന തെളിഞ്ഞ ചെറിയ പുഞ്ചിരിയോടുകൂടി, തെളിഞ്ഞ മുഖത്തോടു കൂടിയവൻ, വദനം മുഖം, പ്രസന്ന വദനത്തോടു കൂടിയവനും ആയിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ സർവവിഘ്നോപശാന്തയേ, സർവവിഘ്നങ്ങൾ നീക്കുന്നതിന് വേണ്ടിയും, വിഘ്നങ്ങൾ നീക്കുന്നതിന് വേണ്ടിയും, സർവവിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയും ധ്യാനിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ശ്ലോകം നമ്മുടെ ജീവിതചര്യയിൽ, നിത്യനിദാനചര്യയിൽ രാവിലെയും വൈകിട്ടും ഒക്കെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ഓർക്കുമ്പോൾ ഇതൊന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് വിഘ്നോപശാന്തയെ എന്ന് പറയുമ്പോഴത്തേന് വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന ആൾ ഗണപതിയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഗണപതിയെ വേണമെങ്കിൽ നമുക്കവിടെ ചേർത്ത് പ്രാർത്ഥിക്കാം എന്നും പറയുന്നുണ്ട്. സർവ്വവ്യാപിയായിരിക്കുന്ന വിഷ്ണു ഭഗവാനും, അതുപോലെ തന്നെ ഏതൊരു ക്ഷേത്രത്തിലും ഏതൊരു ഭഗവാനുണ്ടെങ്കിലും അതിൻ്റെ കന്നിമൂലയിലൊരു ഗണപതി ഭഗവാനും ഉണ്ടാകും. അപ്പോൾ ഗണപതി ഭഗവാനും സർവ ദേവന്മാരുടെ ഒപ്പം സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ഒരു ഭഗവാനുമാണ് ഗണപതി ഭഗവാൻ. വിഘ്നങ്ങളെ മാറ്റുന്നത് ഗണപതി ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സർവവിഘ്നോ ഉപശാന്തയേ എന്നാണ്, എല്ലാ വിഘ്നങ്ങളും മാറ്റി ശാന്തിയും സമാധാനവും തരണേ എന്ന് ധ്യാനിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നമ്മളിങ്ങനെ തന്നെ വേണം ക്ഷേത്രങ്ങളിൽ ചെന്നാൽ പ്രാർത്ഥിക്കാൻ. ഭഗവാന്റെയും ഭഗവതിയുടെയും എല്ലാ ദേവന്മാർക്കും ഇതുപോലെ ധ്യാന ശ്ലോകങ്ങളും വന്ദനാ ശ്ലോകങ്ങളും ഒക്കെ ഉണ്ട്. ധ്യാനിക്കുകയും വന്ദിക്കുകയും, ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു രൂപം തന്നെ എന്താണ്, ശുക്ലാം വരദരം വിഷ്ണു, അതായത് വെളുത്ത വസ്ത്രത്തോടു കൂടിയും സർവ്വവ്യാപിയുമായിട്ടിരിക്കുന്നവനും, ചന്ദ്രവർണ്ണത്തോടു കൂടി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനും, നിറമുള്ള ശരീരത്തും ചന്ദ്രനെ പോലെ നിറമുള്ള ശരീരമുള്ളവനും, പ്രസന്നവദനായിട്ട് ഇരിക്കുന്നവനും ആയിട്ടുള്ള 4 കൈകളോടുകൂടി ഇരിക്കുന്നവനുമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാൻ എന്ന് നമ്മൾ ആ ധ്യാനത്തോടു കൂടി തന്നെ, ആ വന്ദനത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ തെളിഞ്ഞു നിൽക്കും. അങ്ങനെ തെളിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. ദീപാരാധന മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത്, നമ്മൾ ക്ഷേത്രത്തിൽ കടന്നാൽ ദീപാരാധന നടക്കുന്ന സമയത്ത് കണ്ണടച്ച് നിന്ന് ഭഗവാന്റെ ശ്രീലകം അടച്ച് അകത്ത് മന്ത്രങ്ങളും ദീപങ്ങളും ഒക്കെ കൊണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളും കണ്ണടച്ച് നിന്ന് ഇതേ ശ്ലോകം ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുക, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുക. ദീപാരാധനയ്ക്ക് നട തുറന്ന് കഴിയുമ്പോൾ കണ്ണ് തുറന്ന ഭഗവാനെ നമ്മൾ കണ്ട് ഇതേ വന്ദന ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് തല കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ
അകത്തു നിന്ന് ഭഗവാന്റെ പാദത്തിൽ നിന്നെടുക്കുന്ന തീർത്ഥം അത് ശാന്തിക്കാർ നിങ്ങളുടെ തലയിലേക്ക് കുടയുന്നുണ്ട്, പ്രോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പാദത്തിൽ നിന്നെടുക്കുന്ന ആ തീർത്ഥം നമ്മുടെ തലയിലേക്ക് തന്നെ വീഴണം. അങ്ങനെ കുമ്പിട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും തീർത്ഥവും പ്രസാദവും അതിനുശേഷം തീർത്ഥം വാങ്ങി സേവിക്കുക, പ്രസാദം വെളിയിലിറങ്ങി നെറ്റിയിൽ തൊടുക, ആ പുഷ്പം ഉണ്ടെങ്കിൽ അത് തലയിൽ ചൂടുക. ഇങ്ങനെയൊക്കെ വേണം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ നമ്മൾ ഈ മന്ത്രവും ഈ ധ്യാനം ശ്ലോകം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറക്കും. ഭക്തി കൂടുതലാണെങ്കിൽ നമ്മളിലുള്ള മറ്റുള്ളതെല്ലാം നമ്മൾ മറക്കും. ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോകുന്നതിന് ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മഹാവിഷ്ണു ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ച് നന്ദി, നമസ്കാരം.